പാലക്കാട് റെയിൽവേ വികസനത്തിന് കൂടുതൽ പിന്തുണയുമായി നരേന്ദ്രമോദി സർക്കാർ. നഗരത്തിൽ രണ്ടാമത്തെ പിറ്റ് ലൈനിനു കൂടി റെയിൽവേ ബോർഡിന് അനുമതി. ആദ്യ പിറ്റ് ലൈൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. പാലക്കാട് ജില്ലയുടെ റെയിൽവേ വികസനത്തിന് കൂടുതൽ ശക്തി പകർന്നുകൊണ്ടാണ് ടൗൺ റെയിൽവേ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ രണ്ടാമത്തെ പിറ്റ് ലൈൻ നിർമ്മാണത്തിന് റെയിൽവേ ബോർഡ് അനുമതി നൽകിയിരിക്കുന്നത്. ഭാവിയിൽ ടൗൺ സ്റ്റേഷൻ പാലക്കാട് ഡിവിഷന്റെ പ്രധാന ടെർമിനലായി മാറുന്ന വിധത്തിലാണ് നടപടികൾ. 23 കോടി രൂപയാണ് രണ്ടാമത്തെ പിറ്റ് ലൈനിന്റെ നിർമ്മാണ ചെലവ്. 31 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ആദ്യ പിറ്റ് ലൈനിന്റെ ഭാഗമായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കും. 2 ലൈനുകളും പാലക്കാട് പൊള്ളാച്ചി ബൈപ്പാസ് ട്രാക്കും പൂർത്തിയാവുന്നതോടെ ടൗണിൽ നിന്ന് 1 ഡസൻ ട്രെയിനുകളെങ്കിലും ആരംഭിക്കാനാകുമെന്നും ആദ്യ പിറ്റ് ലൈൻ സെപ്റ്റംബറിൽ കമ്മീഷൻ ചെയ്യുമെന്നും ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ റോത്ത് പറഞ്ഞു. Pit line, as I just mentioned, that it was targeted to complete on month of August, pit line work, but some interlocking signaling work is pending, so tentatively it will be exceeded by at least a month, so we are targeting to complete it by September. നിലവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ആദ്യ പിറ്റ് ലൈനിന്റെ നിർമ്മാണം 90% പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ പ്ലാറ്റ്ഫോമിനെ ട്രാക്കുമായി ബന്ധിപ്പിക്കുന്ന നിർമ്മാണം ബാക്കിയാണ്. റെയിൽവേ സുരക്ഷാ കമ്മീഷണറാണ് ഉപയോഗത്തിന് അനുമതി നൽകുക. അതേസമയം പിറ്റ് ലൈനുകൾ കൂടാതെ ടൗൺ സ്റ്റേഷനിൽ ട്രെയിൻ ചക്രങ്ങളുടെ പരിപാലന കേന്ദ്രവും റെയിൽവേ ബോർഡ് അനുവദിച്ചിട്ടുണ്ട്. സ്ഥാപനത്തിന് 7 കോടി രൂപയാണ് ചെലവ്. ചക്രങ്ങളുടെ തേയ്മാനം, വാർഷിക പരിപാലനം തുടങ്ങിയവ പരിപാലന കേന്ദ്രത്തിൽ പരിഹരിക്കും. ജനം, പാലക്കാട്.